എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, വർഷയെ ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് മഹിമ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് രവീന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സച്ചിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം സച്ചിക്കാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇവര് കാരണമാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അച്ഛൻ അറ്റാക്ക് ഉണ്ടാകത്തില്ലായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് സച്ചിയാണെങ്കിൽ വർഷ ശ്രീകാന്തും അങ്ങോട്ട് വന്നതിനെ എതിർക്കുക ചെയ്തേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി മഹിമ. കാരണം വർഷേനെയും കൊണ്ട് വരികയും ചെയ്തു, പോകാനും പറ്റാത്തൊരവസ്ഥയില്. പിന്നീട് മഹിമ പറഞ്ഞു, അതെ അറിയാലോ നിങ്ങൾക്ക്, ഞങ്ങളുടെ മോളെ ഞങ്ങൾ പൊന്നുപോലെ ഇത്രയും കാലം നോക്കിയത്, അവൾക്കൊന്നിനും ഒരു കുറവ് വരുത്തിയില്ല. പക്ഷേങ്കില് ഇനിയിപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം. കല്യാണം കഴിപ്പിച്ചു വിട്ടെന്ന് ഓർത്തുകൊണ്ട് അവൾ ഞങ്ങളുടെ മകളല്ലാതാവുന്നില്ല. അതുകൊണ്ട് അവളെ നിങ്ങളെ മകളായി കണ്ട് നല്ലപോലെ നോക്കണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹിമ പറഞ്ഞു, അതുകൊണ്ടല്ല, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാം. പെട്ടെന്ന് രേവതി വെച്ച്, ഇവിടെ പ്രശ്നങ്ങളോ? ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. ഞങ്ങൾ രണ്ട് മരുമക്കൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ഞങ്ങൾ നല്ലതായിട്ട് ഒരു ജീവിതം നയിച്ചു പോണേ. ഇവിടെ ഞങ്ങൾക്ക് ഒരു കുടുംബ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയാ. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാന്ന് പറയാണ്. രേവത കൃത്യസമയത്ത് അവിടെ കയറി ഇടപെടുവാണ്. ചന്ദ്രമതിക്ക് അതെന്താണല്ലോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെയാണ് വന്നേ? നിങ്ങളുടെ ഭർത്താവ് വന്നിട്ടില്ലേന്ന് ചോദിക്കുക. മകളെ കൊണ്ടാക്കണ സമയത്ത് അവർക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഇല്ലേ? അതോ ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാല് വീണാൽ മാത്രമേ അദ്ദേഹം ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹിമയ്ക്ക്. മഹിമ പെട്ടെന്ന് ചാടിപ്പറഞ്ഞു, അത് പിന്നെ അതുകൊണ്ടൊന്നും അല്ല, ഇന്ന് മധുവേട്ടന് ജോലി ഉള്ളതുകൊണ്ടാ, തിരക്ക് ജോലി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഓഹോ, അപ്പം നിങ്ങളുടെ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ എന്തു ആവാ അല്ലേ? അപ്പൊ അത്ര ഉത്തരവാദിത്തമുള്ളൂ നിങ്ങളുടെ ഭർത്താവിന് മകളുടെ കാര്യത്തില്. നിങ്ങളുടെ മകള് തന്നെയല്ലേ, പിന്നെ അയാൾക്ക് ഒരു ദിവസം ലീവ് എടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. പെട്ടെന്ന് സച്ചി ഒന്ന് വിളിക്കുകയാണ്. സച്ചി നീ മിണ്ടായിരിക്കുക, ഞാൻ സംസാരിക്കാന്ന് പറയണ. അല്ല അച്ഛാ, ഇത് മനപ്പൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ട്, അച്ഛനെ അപമാനിക്കാൻ വേണ്ടിട്ട് അയാൾ അങ്ങനെ ചെയ്തേ. അയാൾ ഇങ്ങോട്ട് വരായിരുന്നേ, അല്ലെങ്കിൽ അയാൾ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ജോലിയും കൂലി ഇല്ലാതെ വീട്ടിലിരുന്നാൽ പോലും അയാൾ വരത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം മഹിമ പറഞ്ഞു, അങ്ങനെയല്ല, കാരണം ജോലി ഉള്ളതുകൊണ്ട് മാത്രം വരാത്തേന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഇന്നും മിണ്ടായിരിക്കും, ഞാൻ സംസാരിക്കാന്ന് പറയണം. ആ സമയം വർഷ പറഞ്ഞു, ഇനിയിപ്പം അച്ഛൻ വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? വന്നില്ലെന്നോർത്ത് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛന് ഞാൻ ഇതിനായിട്ട് മിണ്ടിയിട്ടും കൂടെ ഇല്ല. അപ്പൊ പിന്നെ അച്ഛൻ വരാത്തതിന് എനിക്കൊരു സങ്കടവും ഇല്ലെന്ന് പറയാം. ശ്രീകാന്ത് ഒരു അത്ഭുതത്തോട് കൂട്ടാ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. വർഷയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്, കാരണം തനിക്കാണെങ്കിൽ അച്ഛനും അമ്മേനും കാണാതെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമായിരുന്നു. പക്ഷെ ഇവൾക്ക് അങ്ങനെ സെന്റിമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. അതൊന്നും ഇല്ലാതെ വലിയ കൂളായിട്ട് അവള് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രനും ചന്ദ്രമതിയൊക്കെ പരസ്പരം നോക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞു, അതിനിപ്പോ എന്താണെങ്കിലും മഹിമ കൊണ്ടേ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. സച്ചി പറഞ്ഞു, പിന്നെ ചിലർക്കൊക്കെ ഇവിടെ പണവും പ്രതാപവും അല്ലേ വലുത്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവതൻ, സച്ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, അവൾ സംസാരിക്കട്ടെ എന്ന് പറയണം. ഓ, ഞാൻ ഇനിയിപ്പോ ഒന്നും പറയുന്നില്ലെന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ മഹിമയോടായിട്ട് പറഞ്ഞു, അതെ ഇവിടത്തെ ചില കാര്യങ്ങളും ഉണ്ട്. കാരണം നിങ്ങൾ വലിയ പണക്കാരാണ്, വലിയ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയാണിത്. അപ്പൊ പണക്കാരുടെ വീട്ടിൽ എങ്ങനെയാന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുടുംബത്തിൽ നല്ല വന്ന പെൺകുട്ടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇവിടെ ജീവിക്കാനായിട്ട്. ഇവിടുത്തെ ഈ വീടിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് വേണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വർഷയാടി പറഞ്ഞു, മനസ്സിലായി, നല്ല സ്ട്രിക്റ്റ് ആണ് അടിസ്ഥാനപരമായിട്ട്, അതല്ലേ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ശ്രീകാന്ത് തോണ്ടിട്ട് പറഞ്ഞു, ഇതേ വർഷം നീ ഒന്നും മിണ്ടായിരിക്കുക, നീ ആരോടെ സംസാരിക്കുന്നേ? അച്ഛനോടാന്നുള്ള ഓർമ്മ വേണം. അതിനിപ്പോ എന്താ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണെങ്കിലും തുറന്നു പറയേണ്ടതെന്ന് ചോദിക്കുക. മനസ്സിൽ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ലോ എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അതെല്ലാം മോളെ ഞാൻ ഉദ്ദേശിച്ചേ, ഇവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. വേറെ 2 മരുമക്കളുണ്ട്, അവരോടൊപ്പം ഒത്തൊരുമയോടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരു കുടുംബമാണ്, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി അത് തല്ലിപ്പിരിയാനായിട്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ലതായിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് എന്റെ ആഗ്രഹം. കാരണം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചാണ്. ഞങ്ങളുടെ ആരുടെ സമ്മതമില്ലായിരുന്നു. പക്ഷെ ആ ജീവിതം നന്നായിട്ട് ജീവിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. നാളെ ഒരാളെ കൊണ്ടൊന്നും പറയിപ്പിക്കാനായിട്ട് ഇടവരില്ല. പിന്നെ ഈ വീട്ടുകാരുടെ ആശ്രയത്തിൽ നിന്നും കഴിയാന്നും വെക്കണ്ട.
നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് വെച്ചാൽ നാളെ നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കും. അതുകൊണ്ട് നേരത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നേ എന്നൊക്കെ രവീന്ദ്രൻ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലെ തന്നെ. വർഷ പറഞ്ഞു, അതെ അത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിലുണ്ടല്ലോ എനിക്ക് ഇത്ര വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്നുപേരും ഒരു ചെറിയ ഫാമിലിയാ. പക്ഷെ ഇത്ര വലിയ അംഗങ്ങളുള്ള ഫാമിലിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാ വരുന്നേ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയണം. ഇത് കേട്ട മഹിമ പറഞ്ഞു, അതാ മോളെ ഞാൻ പറഞ്ഞേ, നിന്നെ ഇവിടെ എല്ലാവർക്കും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ, നിനക്ക് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നാലും അതൊക്കെ ക്ഷമിച്ച് ഇവരോട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരി, സമ്മതിച്ചു. കുട്ടിയല്ലേ, പിള്ളേരല്ലേ, ഇപ്പം ചെറുപ്പത്തെ ചെറിയ പ്രായം കൂടെ അല്ലേ, അവരുടെ അടുത്ത് ഈ അടുത്തിന് അവർ ചെയ്തു. ഇനിയിപ്പൊ ഞങ്ങൾക്ക് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനല്ലേ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എത്രയാണെങ്കിലും മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ പറയണം. പിന്നീട് രേവതി പറഞ്ഞു, അച്ഛാ ഇനിയിപ്പം നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതുമായി ഇത്രമായി, ഇവരെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ കല്യാണം കഴിഞ്ഞു, ഇനി നമുക്ക് സന്തോഷത്തോടെ ഇവരെ സ്വീകരിക്കാനേ പറ്റുള്ളൂ എന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതിയും ചാടി പറഞ്ഞു, ശരിയാച്ചാ, ഇത്ര വയലെ കല്യാണം കഴിഞ്ഞല്ലേ, ഇനി നമ്മൾ ഇവരെ അകറ്റി നിർത്തിയിട്ട് ഒന്നും കാര്യമില്ലെന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചോടെ, അച്ഛാ ഒരുത്തന് ഒളിച്ചോടി പോയി കാണിച്ചു കൂട്ടിയതൊക്കെ അറിയാലോ, പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി, എന്നിട്ട് എന്തൊക്കെയാ സംഭവിച്ചത്, ഇപ്പോഴാണ്ട് അടുത്തവനും കൂടെ അങ്ങനെ ചെയ്തിരിക്കുന്നു. ഓഹോ, അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ കുടുംബത്തിൽ വിലയുള്ള അല്ലേന്ന് ചോദിക്കണം. എടാ സച്ചി, നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. ദേ ഞാൻ ഇനി മിണ്ടായിരുന്നിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നേ എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം മഹിമ പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ. പിന്നീട് വർഷയുടെ തിന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ട് വിളിക്കണം കേട്ടോ മോളെ എന്ന് പറയാണ്. ശരി അമ്മയെന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് യാത്രയാവണം. യാത്രയായി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി നേരെ വർഷയുടെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ മോളെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറയാ, മോൾക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ലെന്ന് പറയാണ്. പിന്നീട് രേവതിയോട് പറഞ്ഞു, രേവതി നീ ചടങ്ങുകളൊക്കെ നടത്തണ്ടേ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാണ്. അങ്ങനെ രേവതി അകത്തേക്ക് പോയി. ഈ സമയത്ത് വർഷ ഫോൺ വിളിച്ചുകൊണ്ട് ആ സൈഡിലേക്ക് അങ്ങോട്ട് പോകണം. വർഷയുടെ ഫോണിലേക്ക് ആ സമയത്ത് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൾ വെച്ച് സംസാരിച്ച് തീർന്നപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, അല്ല പക്ഷെ നിനക്ക് വിഷമായെന്ന് ചോദിക്കുക. എന്തിന്? അല്ല സച്ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്. എന്ത് പറഞ്ഞോണ്ട്? ഓ അതാണ് കാര്യം. അതിനകത്ത് വലിയ ഞാൻ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാടാ ശ്രീകാന്തേ, നീ എനിക്ക് അതേ കാലം ഇവിടെ വാഴാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടോണ്ട് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ പറയാതെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണെങ്കിലും പറയേണ്ടതെന്ന് ചോദിക്കണം. ആ സമയം ശ്രുതിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രുതി പറഞ്ഞു, നീ എന്തിനാ സച്ചി എപ്പോഴും അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക. പിന്നെ ദേഷ്യപ്പെടേണ്ട കാര്യത്തിന് ദേഷ്യപ്പെടുക തന്നെ വേണം, അല്ലാതെ നിന്നെ പോലെ എനിക്ക് ഒലിപ്പിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയണമെന്ന് പറയാണ്. ഇങ്ങനെ സച്ചി ഇങ്ങനെ പിരിവിരാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിയുമ്പോഴത്തേനും വർഷ പെട്ടെന്ന് തന്നെ ബാഗിനകത്തുനിന്ന് 2 ഇയർഫോൺ എടുക്കുവാണ്. ഇയർഫോൺ എടുത്ത് ചെവിക്കകത്തേക്ക് വെച്ചു. ഇത് കണ്ടതും സച്ചിക്ക് ദേഷ്യം വന്നു. പിന്നീട് വർഷം പറഞ്ഞതേ, ഏറ്റവും നല്ല മാർഗം ഇതാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് വഴിക്കടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെവിക്കകത്തേക്ക് വെച്ച് നല്ല പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും സഹിച്ചില്ല അവന് സച്ചിക്ക്. പെട്ടെന്ന് ശ്രുതിയും പരസ്പരം നോക്കുവാണ്. ഇവളാള് കൊള്ളാലോ, ഇവളെല്ലാവരുടെ മുന്നിൽ ഇച്ചിരി തൻ്റെ ഇടമാണല്ലോ കാണിക്കുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലെന്ന് അവർ രണ്ടുപേരും മുഖാമുഖം നോക്കി ഇങ്ങനെ പറയുവാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, മോളെ നീ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ്. സച്ചി ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഞാൻ പോയേക്കുവാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞിട്ട്, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, സച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാള് ഈ പറയുന്ന നിങ്ങളുടെ സച്ചേട്ടനാ. അയാളെ കാണുന്ന തന്നെ എനിക്ക് ദേഷ്യമാ, അല്ലെങ്കിൽ അയാളുടെ എന്തൊരു സ്വഭാവ, മുരയുടെ സ്വഭാവ എന്നൊക്കെ പറയണം. ആ ചേച്ചി എങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ചിരിക്കുന്നു, അത് തന്നെ എനിക്ക് ഒരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇതുപോലുള്ള ഒരു ക്യാരക്ടറിന്റെ കൂടെ എങ്ങനെയാ ശ്രീകാന്ത് ജീവിക്കണം എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, എന്റെ സച്ചേട്ടൻ പാവാന്ന് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. പിന്നെ പാവാണ് പോലും, ഞാൻ വലിയ പാവത്തൊന്നും കാണുന്നൊന്നുമില്ല. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഫ്രോഡാന്നുള്ള കാര്യം. ദേ മിണ്ടായിരുന്നു കേട്ടോ, നീ പറയുന്ന ആരെ കുറിച്ചാണെന്നറിയാലോ, എന്റെ സച്ചേട്ടനെ കുറിച്ചാ പറയണേ. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാ, നീ ഉദ്ദേശിക്കുന്ന ആളെ അല്ലെന്ന് പറയണം. അതെ അതെനിക്ക് മനസ്സിലായെന്ന് പറയണം. എനിക്കിനിയിപ്പം കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അങ്ങ് ചെല്ലുന്ന സമയത്ത് രേവതി പൂജാമുറി കയറി വിളക്കൊക്കെ തുടച്ചു പൊറുക്കി വെച്ചോണ്ടിരിക്കണം. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതുവരെ ഏട്ടൻ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണൊന്നും. ഇപ്പൊ തന്നെ തീരും, പെട്ടെന്ന് ആട്ടെ എന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും
ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതിയോട് പറഞ്ഞു വർഷ എന്ത് ചെയ്യുന്ന ചോദിക്കാണ്. വർഷ അപ്പുറയുണ്ട്, മോള് പോയി വിളിച്ചോണ്ട് ഞാൻ പറയണ. അങ്ങനെ വർഷ എന്നിട്ട് വർഷയല്ല ശ്രുതി എന്നിട്ട് വർഷയോട് പറഞ്ഞതേ വർഷ അങ്ങോട്ട് വാ, നിന്നെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയണേ. ഇനി എന്തിനാ വിളിക്കുന്നത്? നിന്നെ മാത്രമല്ല ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ശ്രീകാന്തിനെ കൂടെ വിളിച്ചോണ്ട് വർഷ അങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു മോളെ കുറച്ച് അടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിളക്ക് കൊളുത്തണമെന്ന് പറയാണ്. വിളക്ക് കൊളുത്താനോ? വിളക്ക് കൊളുത്തേണ്ട കാര്യം എന്തായിരിക്കുന്നേ? ഇവിടെ കറണ്ട് ഉണ്ടല്ലോ, ലൈറ്റ് ഇട്ടാ പോരേന്ന് ചോദിക്കണം. ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രമതിനെ ഒന്ന് നോക്കുവാണ്. പെട്ടെന്ന് എല്ലാരും പരസ്പരം നോക്കുക. ഈ വർഷയുടെ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതല്ല മോളെ, പൂജാമുറി വിളക്ക് കൊളുത്തുന്ന കാര്യം പറഞ്ഞു. ഓ അങ്ങനെ, ഞാൻ ഓർത്ത് ഇനിയിപ്പോ വിളക്ക് കൊളുത്തുന്ന ഇനിയിപ്പോ വെട്ടമില്ലാത്തോണ്ടായിരിക്കും. അതുകൊണ്ടല്ല മോളെ, വന്നു കഴിയുമ്പോ ചടങ്ങാണ് പെൺകുട്ടികളെ പൂജാമുറി കയറി വിളക്ക് കൊളുത്തുന്നുള്ള ഒരു കാര്യം ചെയ്യുക. മോള് പൂജാമുറിയിലേക്ക് കയറി വിളക്ക് കൊളുത്താൻ പറയാണ്. ശരി ആന്റി എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പൂജാമുറിയിലേക്ക് കയറുവാണ്. അങ്ങനെ തീപ്പെട്ടി കൊടുത്തു. തീപ്പെട്ടി വരച്ച് വേണം തിരി വെക്കാനായിട്ട്. കുറെ തവണ കത്തിച്ചിട്ട് ഇത് ശരിയാവുന്നില്ല. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിനെ നോക്കിയിട്ട് പറഞ്ഞു ഇതെന്താ ഒരു വിളക്ക് കൊളുത്താണ്ട് തീപ്പെട്ടി വരയ്ക്കാൻ പോലും അറിയത്തില്ലേ? ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പക്ഷെ അത് തീപ്പെട്ടി തണുത്തിരിക്കുന്നോണ്ടാന്ന് തോന്നേ അത് കത്താത്തെ, ഇങ്ങോട്ട് അടയാൻ വേണ്ട ഞാൻ ചൂടാക്കി തരാന്ന് പറയണ. രവീന്ദ്രൻ ചോദിച്ചു അല്ല ഒരു തീപ്പെട്ടി വരയ്ക്കാൻ പോലും വർഷയ്ക്ക് അറിയില്ലെന്ന് ചോദിക്കാണ്. അത് പിന്നെ അച്ഛാ എനിക്ക് ഈ സ്മോക്കിംഗ് ശീലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പുക വലിക്കുന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര അറിയത്തില്ലെന്ന് പറയാണ്. ഒരു നിമിഷം രേവതിയും ചന്ദ്രമതി അവരെല്ലാം ഞെട്ടിപ്പോവാണ്. രവീന്ദ്രന് എന്ത് ചെയ്യണം നടത്തില്ല. രവീന്ദ്രൻ ചോദിച്ചു അല്ല വീട്ടിൽ അടുക്കളയിലൊന്നും കയറാല്ലേ, അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തീപ്പെട്ടിക്ക് ഉരയ്ക്കേണ്ട വരത്തില്ലെന്ന് ചോദിക്കുക. ഫുഡ് ഉണ്ടാക്കാനാ? നല്ല കഥയായി. അതിന്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലാണ് സമയത്ത് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കുന്നത് ശ്രീകാന്ത, ഞാനവിടെ ഇരുന്നാൽ മതി, ഫുഡൊക്കെ അവനുണ്ടാക്കി തന്നോളൂ എന്ന് പറയണം. ചന്ദ്രമതിനെ രൂക്ഷമായിട്ട് നോക്കുവാണ് രവീന്ദ്രൻ. ആ നോട്ടത്തിൽ ചന്ദ്രമതിക്കാണ് എന്ത് മറുപടി പറയാൻ നടത്തില്ല. ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ രവിയേട്ടാ വലിയ വീടല്ലേ, അവിടെ ഒറ്റ മോളും അല്ലേ, അപ്പൊ പിന്നെ അതുകൊണ്ടൊക്കെയാണ് എന്ന് പറയണം. മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് രവീന്ദ്രൻ ഇരിക്കുക. രവീന്ദ്രൻ മനസ്സിലായി എന്തിനേറെ പറയുന്നു, ഫുഡ് കഴിക്കാൻ മാത്രം അറിയാം, ഉണ്ടാക്കാനായിട്ടൊന്നും അറിയത്തില്ല. പ്രായം ഇത്രയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സാധനം പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തൊരവസ്ഥയാന്ന് എല്ലാവർക്കും മനസ്സിലായി അവിടെ നിന്ന്. പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്യണം, ആ തീപ്പെട്ടി മേടിച്ചിങ്ങനെ ചൂടാക്കാൻ നോക്കുവാണ്. പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, പതുക്കെ നൈസായിട്ട് ആ തീപ്പെട്ടി അങ്ങ് കത്തിക്കുവാണ്. തീപ്പെട്ടി കത്തിച്ചതിന്റെ വർഷയുടെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു ഇനി മോള് തിരി തെളിക്കാൻ പറയാണ്. അങ്ങനെ വർഷ തിരി തെളിച്ചു. ചന്ദ്രമതി സന്തോഷമായി, ഭഗവാനെ കാത്തു, അല്ലായിരുന്നെങ്കിൽ നാണം കിട്ടു പോയേനും. ഈ സമയത്ത് രവീന്ദ്രനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീകാന്തിനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ കൂടെ പോയി പ്രാർത്ഥിക്കാൻ പറയാണ്. അങ്ങനെ ശ്രീകാന്തും വർഷം പൂജാമുറി ഇന്ന് പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിയുടെ അടുത്തോണ്ട് വന്നിട്ട് ചോദിച്ചു അല്ല നീ അത് എടുത്തോണ്ട് വന്നിട്ടുണ്ടോ ചോദിക്കാം. വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പ് മുളക് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വന്നേക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം വെച്ച് ഇതെന്താ ഫുഡ് ഉണ്ടാക്കാനോ മറ്റാണോ? അയ്യോ ഇത് എനിക്കറിയില്ല കേട്ടോ, ഇതേ ശ്രീകാന്തിനോട് പറഞ്ഞോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രന് ഒന്ന് നോക്കുവാണ് ചന്ദ്രമതിനെ. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു മോളെ ഇത് ഫുഡ് ഉണ്ടാക്കാനല്ല, ഇതൊന്ന് ഒഴിഞ്ഞിടാനാ, ദൃഷ്ടിദോഷം എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിടാനാക്കിയാന്ന് പറയണോ. ഓ അങ്ങനെയായിരുന്നോ, ഞാൻ അർത്ഥം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനായിരിക്കും എന്ന് കരുതി ആന്റി എന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിയും കൂടെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും. അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു കോമഡി ആയിട്ടാ തോന്നിയത്. വർഷയ്ക്ക് ഒന്നും അറിയത്തില്ലെന്ന കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.